അടുത്ത മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. സോ ഒരു ബേസിൽ മാത്രം ന്യൂക്ലിക് ആസിഡിൻ്റെ ഒരു ബേസ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ ചേഞ്ച് വരുമ്പോൾ ആ പ്രോട്ടീനിലെ ആ പെർട്ടിക്കുലർ അമിനോ ആസിഡിന് ചേഞ്ച് വരുന്നു. സോ ആ ജീനിലുള്ള മാറ്റം ഫീനോടൈപ്പിൽ കാണുന്നു. അതേസമയം നമ്മൾ മ്യൂട്ടേഷന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പെർട്ടിക്കുലർ ബേസുകൾ ആഡ് ചെയ്യാം. ഒരു പുതിയ ബേസ് ആഡ് ചെയ്യാം, പിന്നെയും ഒന്നുകൂടി ആഡ് ചെയ്യാം, അതുപോലെ ഒന്ന് എടുത്തു കളയാം, രണ്ടാമതുകൊണ്ട് എടുത്ത്. സോ ഇൻസേഷൻ ഡിലീഷൻ എന്നാണ് പറയുക. ചില ബേസ് സീക്വൻസുകൾ ഇൻസേർട്ടഡ് ആവാം, ചില ബേസ് സീക്വൻസ് ഡിലീറ്റഡ് ആവാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, ഇതൊരു നമ്മൾ ജനറ്റിക് കോഡ് പോലെയുള്ളൊരു ഡെപ്പിക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. റാം ഹാസ് റെഡ് ക്യാപ്പ്. ട്രിപ്ലറ്റ് കോഡുകളിലാണ് ഉദ്ദേശിക്കുന്നത്. RAM നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജനറ്റിക് കോഡിന് പകരം യൂസ് ചെയ്യുന്ന ട്രിപ്ലറ്റ് കോഡ് പോലെയുള്ള ട്രിപ്ലറ്റ് വേർഡുകളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ. RAM നമ്മൾ UUC എന്നൊക്കെ പറഞ്ഞ പോലെ റാം, AUG എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ UUC എന്നൊക്കെ പറഞ്ഞ പോലെ ഹാസ് റെഡ് ക്യാപ്പ്. അങ്ങനെ ട്രിപ്ലറ്റ് കോഡുകളുണ്ട്. ഇതാണ് നമ്മുടെ ഒരു mRNA എന്ന് വിചാരിക്കുക. നമ്മുടെ mRNA ഇങ്ങനെയാണ് ട്രിപ്ലറ്റ് കോഡുകളുടേത്. അപ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആവാൻ വേണ്ടി റാം ഹാസ് റെഡ് ക്യാപ്പ്, ഇങ്ങനെയുള്ള മൂന്ന് ട്രിപ്ലറ്റ് കോഡുകളുള്ള mRNAയുടെ ഒരു സ്ട്രാൻഡ്. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ B എന്ന് പറഞ്ഞ ഒരു ബേസ്, B എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ബേസ് സീക്വൻസ് ഇൻസേർട്ടഡ് ആവുകയാണ്. എവിടെയാണ് ഇൻസേർട്ടഡ് ആവുന്നത്? ഈ ഹാസിൻ്റെയും റെഡിൻ്റെയും ഇടയിൽ. ഇതിൻ്റെ ഇടയിൽ B എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വരികയാണെങ്കിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് B എന്ന് പറഞ്ഞ ഒരു ബേസ് ഈ രണ്ട് ട്രിപ്പിൾ കോഡുകളുടെ ഇടയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനാണ് എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞത്. B എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഹാസ് ആൻഡ് റെഡിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വ്യത്യാസമില്ല, റാം ഹാസ് അങ്ങനെ തന്നെ വരും. ബട്ട് ഇതിൻ്റെ ഇടയിലാണ് എന്ത് ആഡ് ചെയ്തത്? B എന്ന് പറഞ്ഞ ലെറ്റർ. സോ നാച്ചുറലി ആദ്യത്തെ ലെറ്റർ ഈ ആറിന് പകരം എന്തായി മാറും? B ആണ് ഇവിടെ ഇൻസേർട്ടഡ് ആയിട്ടുള്ളത്. സോ B എന്ന് പറഞ്ഞ ലെറ്റർ ഇൻസേർട്ടഡ് ആകുമ്പോൾ അവിടെ ചേഞ്ച് വരേണ്ടതാണല്ലോ. ഇവിടെയാണ് B എന്ന് പറഞ്ഞ ലെറ്റർ ഇൻസേർട്ടഡ് ആയി. സോ ഈ ലെറ്റർ ആദ്യം വന്നു. സോ B. റിമൈനിങ് കാണുന്ന ലെറ്റർ ഏതാണ്? സെക്കൻഡ് ലെറ്റർ R. പിന്നെ മൂന്നാമത്തെ ഏതാണ്? E. അപ്പോൾ ഒരു ട്രിപ്ലറ്റ് കോഡോണായിട്ട് മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ, ഇങ്ങനെ നിൽക്കുള്ളൂ. സോ BRE, ഇത് മൂന്നും ഒരു കോഡോണായിട്ട് നിന്നു. ഇനി ഈ D എന്ന് പറയുന്നത് അടുത്തേക്ക് പോവാണ്. സോ V മാറി D, ഇതിലത്തെ C എടുത്തു, A എടുത്തു, DCA. അപ്പോൾ ഇത് വീണ്ടും ഒറ്റയ്ക്കായി P. സോ ഇങ്ങനെയാണ് ഒരു എന്താ പറയുക mRNAയിൽ ഒരു ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നു. ഇൻസേർട്ടഡ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ചേഞ്ച് സംഭവിക്കുന്നു. സോ ഒരൊറ്റ ബേസ് ആഡ് ചെയ്തപ്പോഴേക്കും ഇത് വ്യത്യാസം നോക്കി, BRE, പിന്നെ ആ ഒരു ലെറ്റർ മാറി, റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞുള്ള മീനിങ് തന്നെ മാറി. കണ്ടോ? BRE DCAP, ഒരു മീനിങ് തന്നെ മാറുകയാണ്. സോ ഇങ്ങനെ ഒരൊറ്റ ബേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ പ്രോട്ടീനിലെ അമിനോ ആസിഡിൽ വ്യത്യാസം വരുന്നു. എന്നാണല്ലോ ഇവിടെ വ്യത്യാസം വന്നില്ലേ? ഈ റെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ എന്താണ്? BRE. സോ ഇത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ആയിരിക്കില്ല ഇത് കോഡ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീനിലും വ്യത്യാസം വരുന്നു. സോ ഒരു ലെറ്റർ ഇവിടെ വന്നപ്പോൾ എന്ത് മാറി? അതിൻ്റെ സീക്വൻസ് മാറി, BRE. പിന്നെ ട്രിപ്പിൾ കോഡിൽ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ റിമൈനിങ് DCA 3, പിന്നെ P. ഇനി ഒന്നും കൂടി ഇൻസേർട്ടഡ് ആവുകയാണെങ്കിൽ B എൻ്റെ കൂടെ വൺ മോർ ലെറ്റർ BI എന്നാണ് ഇവിടെ ഹാസിൻ്റെ റെഡിൻ്റെ ഇടയിലും ഇൻസേർട്ടഡ് ആയെന്നിരിക്കുക. സെയിം പ്ലേസിൽ ഒന്നിന് പകരം വൺ മോർ ലെറ്റർ, ഇവിടെ എന്ത് ഒരു I എന്ന് പറഞ്ഞ സാധനം കൂടി ലെറ്ററും കൂടി ഇൻസേർട്ടഡ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? BI. രണ്ട് ബേസ് ഇൻസേർട്ടഡ് ആവുകയാണെങ്കിൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല, റാം ഹാസ്, ഇതിൻ്റെ ഇടയിലല്ലേ വ്യത്യാസം വന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ രണ്ട് ലെറ്റർ വന്നിട്ട് BI, ആ രണ്ട് ലെറ്റർ ഇൻസേർട്ടഡ് ആയ ലെറ്റർ. റിമൈനിങ് ഇതിൽ ഏത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? R മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ BIR. പിന്നെ അവശേഷിക്കുന്ന ഏതാ? ED. സോ ED, ഇതിൽ നിന്ന് C എടുത്തു, പിന്നെ വീണ്ടും അതിന് ബാക്കി റിമൈനിങ് AP. അപ്പോൾ അതിൻ്റെ വീണ്ടും അതിൻ്റെ ഫ്രെയിം മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ബേസ് സീക്വൻസുകൾ ആഡ് ചെയ്തപ്പോൾ. അതുപോലെ ഇനി ഒരെണ്ണം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ BIG, ഇവിടെ ഒരു 3 എണ്ണം, B എന്ന് പറഞ്ഞതും I എന്ന് പറഞ്ഞതും G എന്ന് പറഞ്ഞതും 3 എണ്ണം ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം നോക്കി? സെയിം പ്ലേസിൽ ഹാസ് ആൻഡ് റെഡിൽ. സോ റാം അതുപോലെ തന്നെ, ഹാസ് അതുപോലെ തന്നെ, ഈ BIG എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വന്നു, ബിഗ്. പിന്നെ ഉള്ളത് റിമൈനിങ് അങ്ങനെ തന്നെ നിൽക്കണം, റെഡ് ക്യാപ്പ്, ബിക്കോസ് ട്രിപ്ലറ്റ് കോഡോണുകളായിട്ട് മാത്രമേ അത് നിൽക്കുള്ളൂ. സോ ഇവിടെ വ്യത്യാസം വന്നത് നോക്കിയേ, റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. ഈ സെൻറ്റൻസ് തന്നെ കംപ്ലീറ്റ്ലി മാറി.
സോ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ 2 ബേസൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സോ ഇൻസേഷൻ ഓർ ഡിലീഷൻ. സോ നമ്മൾ ഇൻസേഷൻ മാത്രമല്ലോ, ഒന്നോ അതുപോലെ 2 ബേസുകൾ ഇൻസേർട്ടഡ് ആകുമ്പോൾ BIR അല്ലെങ്കിൽ ഇൻസേർട്ടഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ റീഡിംഗ് ഫ്രെയിം മാറി. എന്തായിരുന്നു റീഡിംഗ് ഫ്രെയിം? റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നായിരുന്നു റീഡിംഗ് ഫ്രെയിം. ഇപ്പം എന്തായി മാറി നോക്കിയേ? റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. ആ റീഡിംഗ് ഫ്രെയിം എൻറ്റയർലി മാറി. ഇങ്ങനത്തെ മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ഇനി വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇൻസേർഷനാണ് നമ്മൾ പറഞ്ഞത്. ഇൻസേർഷന് പകരം ഇതുപോലെ ഡിലീഷൻ സംഭവിക്കാം. നിലവിലുള്ള സീക്വൻസുകൾ, ബേസ് സീക്വൻസുകൾ ഡിലീറ്റഡ് ആവാം 1 by 1. ഇപ്പോൾ നമ്മൾ B ആഡ് ചെയ്തു, I ആഡ് ചെയ്തു, G ഇൻസേർട്ടഡ് ആയി. ഇതുപോലെ 1 by 1 ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം 1 by 1 ഡിലീറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും മ്യൂട്ടേഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കണേന്ന് നോക്കിയേ? നമ്മുടെ ഡിലീഷൻ ഓഫ് RED, ഈ പറഞ്ഞ RED 1 by 1 ആയിട്ട് ഡിലീറ്റഡ് ആവുകയാണെങ്കിൽ ആദ്യം ഈ R ഡിലീറ്റഡ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റാം അങ്ങനെ തന്നെ, ഹാസ് അങ്ങനെ തന്നെ, R ഡിലീറ്റഡ് ആയി. റാം ഹാസ് R ഡിലീറ്റഡ് ആയ ബാക്കി എന്താണുള്ളത്? EDC. അതാണ് ഇവിടെ ഇത് EDC. അത് കഴിഞ്ഞാൽ അടുത്ത അവശേഷിക്കുന്നത് AP. ഒരു ബേസ് ഡിലീറ്റഡ് ആയപ്പോൾ ഇതുപോലെ E എന്ന് പറഞ്ഞതും കൂടി ഡിലീറ്റഡ് ആയി എന്നുണ്ടെങ്കിലോ ഈ ഹാസിൻ്റെയും റെഡിൻ്റെ ഇടയിൽ ഈ ഡിലീറ്റഡ് ആയി എന്ന് സംഭവിക്കും? റാം ഹാസ് അങ്ങനെ തന്നെ. അപ്പോൾ ആറും ഡിയും ഇയും ഡിലീറ്റഡ് ആയി. DCA. പിന്നെ ഏതാ ബാക്കിയുള്ളത്? P. ഇനി ഈ ഡിയും കൂടി ഡിലീറ്റഡ് ആവുകയാണെങ്കിലോ RED. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റാം ഹാസ് ഇതില്ല, റാം ഹാസ് ക്യാപ്പ്. ഇങ്ങനെ. സോ ഇൻസേർട്ടഡ് ആയാലും ഡിലീറ്റഡ് ആയാലും എന്താണ് സംഭവിക്കുന്നത്? റാം ഹാസ് ആപ്പ്. ഇവിടെ റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ള ഫ്രെയിം എന്തായി മാറി? 3 സാധനം ഇൻസേർട്ടഡ് ആയപ്പോൾ റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. അതേസമയം RED 1 by 1 ആയിട്ട് ഡിലീറ്റഡ് ആയപ്പോഴും അതിൻ്റെ റീഡിംഗ് ഫ്രെയിമിൽ വ്യത്യാസം വന്നു. ലാസ്റ്റ് എന്താണ്? റാം ഹാസ് ക്യാപ്പ്. ആ എന്താ പറയുക, റെഡ് എന്ന് പറഞ്ഞ ആ റീഡിംഗ് ഫ്രെയിം കംപ്ലീറ്റ്ലി മാറി. സോ ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും അത് ഒന്നോ അല്ലെങ്കിൽ 2 ബേസുകൾ, ഒരു ബേസോ അല്ലെങ്കിൽ 2 ബേസോ ഇൻസേർട്ടഡ് ആവുക അല്ലെങ്കിൽ ഡിലീറ്റഡ് ആവുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ചസ് ദ റീഡിംഗ് ഫ്രെയിം. അതിൻ്റെ റീഡിംഗ് ഫ്രെയിം എന്താ? എൻറ്റയർലി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ആ റീഡിംഗ് ഫ്രെയിം എവിടെ നിന്നാണോ നമ്മൾ വായിക്കണേ അവിടെ നിന്ന് തൊട്ട് മാറണം. സോ ജനറ്റിക് കോഡിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിൽ ആ ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ബേസ് സീക്വൻസുകൾ ഇൻസേർട്ടഡ് ആയാലും ഡിലീറ്റഡ് ആയാലും ഒന്നിലധികം, അതിൽ 2 അതിന് മേലെ ഇൻസേർട്ട് ഡിലീറ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ റീഡിംഗ് ഫ്രെയിം ചേഞ്ച് ചെയ്യണം. ആ ഫ്രെയിം മൊത്തം മാറുകയാണ് ചെയ്യണം. ഇവിടെ ഈ പറഞ്ഞ ആ ബിഗ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം പുതിയതായിട്ട് വന്നു, ഇൻസേർട്ടഡ് ആയപ്പോൾ ഇത് മൊത്തം പോയപ്പോൾ ഈ റെഡ് എന്ന് പറഞ്ഞ ഫ്രെയിം മൊത്തം പോയി, ക്യാപ്പ് എന്നുള്ളത് മാത്രമേ വന്നുള്ളൂ. സോ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് 3, ഒന്നുകിൽ ചിലപ്പോൾ 3 ബേസ് നമ്മൾ പറഞ്ഞ ബിഗ് എന്ന് പറഞ്ഞ് ഇൻസേർട്ട് ചെയ്തു, RED എന്ന് പറഞ്ഞ 3ഉം ഡിലീറ്റഡ് ആയി. ഇതുപോലെ ഇൻസേർഷനിൽ 3 അതിലധികമോ മൾട്ടിപ്പിൾ ബേസുകൾ ഇൻസേർട്ടഡോ ഡിലീറ്റഡോ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റീഡിംഗ് ഫ്രെയിം അൺഓൾട്ടേർഡ് ആയിരിക്കും. അതായത് കംപ്ലീറ്റ്ലി ഇത് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ബേസ് സീക്വൻസുകൾ, മൾട്ടിപ്പിൾ ബേസുകൾ ഇൻസേർട്ടഡ് ആവാം അല്ലെങ്കിൽ ഡിലീറ്റഡ് ആവാം. അപ്പോൾ റീഡിംഗ് ഫ്രെയിം അൺഓൾട്ടേർഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇൻസേർട്ടഡ് ആവുകയാണെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ എന്നും, ഡിലീറ്റഡ് ആവുകയാണെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് ഡിലീഷൻ മ്യൂട്ടേഷൻ എന്നും പറയും. സോ ഇങ്ങനെയാണ്. പോയിൻറ്റ് മ്യൂട്ടേഷൻ ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ബേസിൽ മാത്രം ചേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ പ്രോട്ടീനിൽ അമിനോ ആസിഡിൽ ചേഞ്ച് വരുന്നു. നമ്മുടെ ഗ്ലൂട്ടാമിൻ വാലിനായി സിക്കിൾ സെൽ അനീമിയയിൽ മാറിയ പോലെ. അതേസമയം ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിലാണെങ്കിൽ ഇൻസേർഷൻ വഴിയോ ഡിലീഷൻ വഴിയോ അത് 1 അതിലധികമോ 2 3 ബേസുകൾ ഇൻസേർട്ടഡ് ആവുക അല്ലെങ്കിൽ ഡിലീറ്റഡ് ആവുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ mRNAയുടെ റീഡിംഗ് ഫ്രെയിമിൽ കംപ്ലീറ്റ് ചേഞ്ച് വരുന്നു. റീഡിംഗ് ഫ്രെയിം തന്നെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനത്തെ മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. സോ 2 തരത്തിലുള്ള മ്യൂട്ടേഷനാണ് പറയുന്നത്, പോയിൻറ്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ.